എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഒരിക്കലും ജീവിതത്തിൽ തുറന്നു പറയരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ചില നഗ്ന സത്യങ്ങൾ അത് ഞാനിപ്പോ വെളിപ്പെടുത്താൻ പോവാ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. എന്നാലും എന്റെ സാബുവേ, നീ വെസ്പ സ്കൂട്ടർ ഓടിക്കേണ്ട പ്രായത്തിൽ ബെൻസ് ലോഡ് ഓടിച്ചാൽ ശരിയായില്ല. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് വലിയ കാര്യം അവരോട്. വെരി നാച്ചുറൽ. സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളെ നിന്നും വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. ആണോ? ഭയങ്കര. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. താനിപ്പോ എന്താടോ പറഞ്ഞേ? പാളിപ്പോയാ? എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? ഇതിന് മുമ്പ് ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോ ഞാൻ അവരുടെ പേരിൽ കേസ് കൊടുത്തു. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോ ഇവരെന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ്. നന്ദിയില്ലാത്ത ജാതികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും. നടനും മോഡലുമായ ഷിയാസ് കരീമിനെതിരായ പീഡന പരാതിയിൽ ഷിയാസ് യുവതിക്ക് അയച്ച ശബ്ദ സന്ദേശങ്ങൾ ബിഗ് ടിവിക്ക്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഷിയാസിന്റെ വാദങ്ങൾ തള്ളുന്നതാണ് യുവതിയോട് നടത്തിയ സംഭാഷണം. ഷിയാസ് യുവതിയോട് പലപ്പോഴായി പണം ആവശ്യപ്പെട്ടു. തുക അക്കൗണ്ടിൽ വേണ്ടെന്നും പണമായി നൽകിയാൽ മതിയെന്നും ഷിയാസ് പറയുന്നു. ഒപ്പമുള്ള ജീവിതമാണ് പണത്തിന് പകരമായി യുവതിക്ക് ഷിയാസ് നൽകുന്ന വാഗ്ദാനം. ബന്ധം പുറത്തറിയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഷിയാസ് പറയുന്നു. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. യുവതിയുമായുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. എനിക്ക് തോന്നലാണ് നീ ആരുമില്ല. നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല മോന്തക്കിട്ട് അടിക്കൂട്ടോ. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. പറയടി ചന്ദ്രിക, നിനക്ക് ജീവിക്കണോ അതോ ചാകണോ? മരിച്ചേ പോലെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. എനിക്ക് ഞാനും എന്റെ കുടുംബം പിന്നെ ആരുള്ള ഞാൻ പറയാ. എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. എന്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് തണലായിട്ടും. അത് അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് ഒഴിവാക്കണതിനാണ്. നിന്നെ ഭയങ്കര കാര്യമാണ്. ഉമ്മാനെ പോലെയാണ് ഭയങ്കര ഇഷ്ടമാണ്. നീ മഹറൊന്നും പറയണ്ട. നീ ഒരു 10 ലക്ഷം രൂപ നീ എനിക്കത് വേണ്ട. ഒരാവശ്യമുണ്ട് 10 ലക്ഷം രൂപ എന്താണെന്ന് ചോദിക്കും. കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടല്ലോ. അത് ജിമ്മ എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയില് തീർക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞ ഇൻഷാ അല്ലാഹ് അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തേന്നുള്ളൂ. ശരി, എന്നിട്ടാ നേരിട്ട് വാ, മുഴുവൻ അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം.